കാണുമ്പോൾ തോന്നുന്നില്ല. അത് ഇമോഷണൽ ഫിലിമാണ്, ഒരുപാട് ആശിച്ചുണ്ട് ഫിലിം കാണാൻ. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തോന്നുന്നു പാട്ടിലേക്ക് എത്താൻ തോന്നുന്നു. സെക്കൻഡ് ഹാഫിൽ അതൊരു പടം സൂപ്പറായിട്ടുണ്ട് കേട്ടോ മൂവി. എല്ലാവരും കാണാം, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. നല്ല മൂവിയാണ്, ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്, നല്ലൊരു സ്റ്റോറിയാണ്, ഒരു വില്ലേജ് ബേസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, നന്നായിട്ടുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ടതിന് അതിനപ്പുറമാണ് സിനിമ. എന്താണ് ഇമോഷണലായിട്ട് തോന്നി. നല്ല മൂവിയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. ഉർവശിയാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല അഭിനയ മികവ്, അവാർഡുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു മൂവി തന്നെയാണ്. നന്നായിട്ടുണ്ട്. ഭയങ്കര സൂപ്പറാണ്. കണ്ണീരൊഴുക്കി സന്തോഷം. തീർച്ചയായിട്ടും ക്രിസ്റ്റോയ്ക്ക് ആദ്യം നന്ദി പറയുന്ന ഡയറക്ടർ ക്രിസ്റ്റോയ്ക്കാണ്. ക്രിസ്റ്റോയുടെ മേക്കിംഗ്, ക്രിസ്റ്റോയുടെ സ്ക്രിപ്റ്റ്, പിന്നെ നമുക്ക് നമ്മുടെ പുരുഷന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. സ്ത്രീകൾക്ക് മാത്രമേ വാസ്തവത്തിൽ സ്ത്രീകളുടെ ദുഃഖങ്ങളും ഉള്ളൊഴുക്കും അറിയാൻ പറ്റും. അത് രണ്ട് ഗംഭീര പെർഫോമൻസ് ചേച്ചിയും പാർവതി തിരുവനന്തപുരം നടത്തിയത്. അവരുടെ ഉള്ളൊഴുക്കാണ്, സ്ത്രീകളുടെ ഉള്ളൊഴുക്കാണ്. പുരുഷന്മാരുടെ ഉണ്ട്, അതിനകത്ത് വരുന്നുണ്ട്. അതൊക്കെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഉള്ളൊഴുക്കുണ്ട്. അത് പ്രകടമാക്കുന്ന ഒരു ഗംഭീര സിനിമയായിട്ടാണ് ഇതിന് ഫീൽ ചെയ്യുന്നത്. ഞാൻ അഭിനയിച്ച സിനിമയായതുകൊണ്ട് പറയുന്നതല്ല, ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗംഭീര സിനിമ, ഗംഭീര സിനിമ, ഒരു രക്ഷയില്ല സിനിമ. പെർഫോമൻസും കാര്യങ്ങളൊക്കെ പെർഫോമൻസ് പെർഫോമൻസ് എല്ലാവരും ഇടയിൽ ഒരു രക്ഷയില്ല. ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്ന പടമാണ്. ഭയങ്കരമായിട്ട് വേറെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശങ്കർ ശർമ്മ വെറുതെ പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ശങ്കർ ശർമ്മ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഇത്രയും വരെ എത്തൂല, മനസ്സിലായോ? കാരണം ഞാൻ ചെയ്തേക്കുന്നത് പകുതി വരെ ആയിട്ടുള്ളൂ. ഞാനും ചന്തുവും കൂടി ഇരുന്നേക്കുന്നതിനെ അതിനെ വേറൊരു ലെവലിലോട്ടാണ് ശങ്കർ ശർമ്മ എത്തിച്ചേക്കുന്നത്. ശങ്കർ ശർമ്മ മ്യൂസിക് ഒന്നും പറയാനില്ല. അല്ല, ഇത് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുന്ന ഒരു മോക്യുമെൻ്ററി എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെൻ്ററീനെ മോക്ക് ചെയ്തുകൊണ്ടുള്ളൊരു പരിപാടി. സോ ഒരു ഡോക്യുമെൻ്ററി ഫീൽ ഉണ്ടാവണം, എന്നാൽ ഒരു സിനിമയിലോട്ട് നമ്മൾ രണ്ടും കൂടെ എത്തിക്കുകയായിരുന്നു ഈ പടത്തിന്. ചന്തു ഇസ് എ ബ്രില്യൻറ്റ് പേഴ്സൺ. ചന്തുവിനെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇത്രയും സിനിമ നോളജും ഇത്രയും ലോകപരമുള്ള വേറെ ആളെ ഞാൻ കണ്ടില്ല. ആൻഡ് ഓൾസോ നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അത് പുള്ളി ഈ പടത്തിനെ വളരെ വ്യത്യസ്തമായിട്ടാണ് കണ്ടേക്കുന്നത്. പുള്ളിയുടെ മനസ്സിലുള്ള ഇനിയുള്ള ആശയങ്ങളൊക്കെ ഇതിലും വലുതാണ്. അപ്പം അതൊക്കെ ചെയ്യാനുള്ള പുള്ളിക്ക് ഉണ്ടാവില്ല ചാൻസ് കിട്ടുന്നുള്ള പടം എല്ലാവരും കാണണം. സോ ബേസിക്കലി നമ്മളെ തന്നെ തിരിച്ച് പോയിന്റ് ചെയ്യുന്നൊരു പടമാണ്. സോ ബേസിക്കലി ഒരു വിരൽ ചൂണ്ടുമ്പോൾ മൂന്നെണ്ണം നമ്മളെ തിരിച്ചു കൊണ്ടെന്ന് പറയില്ലേ. സോ ബേസിക്കലി ഹ്യൂമൻ്റെ എന്തൊക്കെ സാധനങ്ങളാണോ അതൊക്കെയാണ് നമ്മൾ ശരിക്കും കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ തന്നെയാണ് നമ്മൾ നോക്കിയിരുന്നത്, ഹ്യൂമൻസ്. സിനിമയുണ്ട്, സിനിമയുണ്ട്. ഇതിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അടിപൊളി സിനിമ, എല്ലാവരും നല്ല അഭിനയം, അടിപൊളി തിരക്കഥയും എല്ലാം സൂപ്പർ സിനിമ. നല്ലൊരു ഫീലാണ്, കരയാതെ സ്ക്രീനിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അടിപൊളി സിനിമ. ഒരു ഫാമിലി